ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഗരം മസാല. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ. ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആമസോൺ പർച്ചേസ് ചെയ്ത ഐറ്റംസിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ. അതിൽ ഒരുപാട് കാലമായി, ഒരു 2-3 മാസം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പർച്ചേസ് ചെയ്ത ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഒരു സാൻഡ്വിച്ച് ടോസ്റ്ററാണിത്. അപ്പോൾ റമദാനൊക്കെ വരാൻ പോകുമല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്നാക്സ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഹെൽത്തി ആയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാന്നുള്ളതിലാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഈ സാൻഡ്വിച്ച് ടോസ്റ്ററിൻ്റെ അൺബോക്സിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ച് കൂടെ കാണിക്കുന്നുണ്ട്. വളരെ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ചാണ്. വേറൊന്നുമല്ല, എഗ് സാൻഡ്വിച്ച് കേട്ടോ, ഓംലെറ്റ് സാൻഡ്വിച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഈ സാൻഡ്വിച്ച് ടോസ്റ്റർ അൺബോക്സ് ചെയ്യാം അല്ലേ. നമ്മളിവിടെ അൺബോക്സിങ് ചെയ്യുന്നത് പ്രസ്റ്റീജിൻ്റെ സാൻഡ്വിച്ച് ടോസ്റ്റർ ആട്ടോ. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു സാൻഡ്വിച്ച് ടോസ്റ്ററാണിത്. ഇത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്, ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് PSMFD01 അതാട്ടോ മോഡൽ. പിന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അലുമിനിയം സാൻഡ്വിച്ച് പ്ലേറ്റ് ആണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് ഇതിൻ്റെ ബോഡി. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 2 പവർ സ്വിച്ചുകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോസ്റ്റർ അൺബോക്സിങ് ചെയ്തെടുക്കാം. ഇത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 തെർമോക്കോളൊക്കെ വെച്ചിട്ടാണ് സെക്യൂർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റാം. അതുപോലെ തന്നെ കവറുണ്ട്, ഈ കവർ നമുക്ക് ഒഴിവാക്കാം. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് ടോസ്റ്റർ ഒന്ന് പരിചയപ്പെടാം അല്ലേ. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ലോക്ക് വെച്ചിട്ടാണ് നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിൽ 2 ഇൻഡിക്കേറ്റർ ആട്ടോ കാണുന്നത്. ഇവിടെ ഒരു റെഡ് കളർ ഇൻഡിക്കേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സാൻഡ്വിച്ച് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ പുറത്ത്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല സൗകര്യമായിരിക്കും. പിന്നെ നല്ലൊരു ഹാൻഡിലുണ്ട്. ഇതിന് ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ സാൻഡ്വിച്ച് മേക്കർ ഓപ്പൺ ചെയ്യാം കേട്ടോ. അലുമിനിയം ബേസ്ഡാണ്, നോൺ സ്റ്റിക്ക് കവറിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ സാൻഡ്വിച്ച് ടോസ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇതിൻ്റെ കോഡിങ്സാണിത്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ ബില്ല് വെച്ചിട്ടുണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണിത്. ഇത് എനിക്ക് കിട്ടിയത് 1036 രൂപയ്ക്കാണ് ഈ നമ്മുടെ സാൻഡ്വിച്ച് ടോസ്റ്റർ കിട്ടിയിട്ടുള്ളത്. അതായത് ഏകദേശം 1000 രൂപ തന്നെ. പിന്നെ എനിക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നിച്ച് പർച്ചേസ് ചെയ്തപ്പോഴും കിട്ടിയത് കേട്ടോ. 1400 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിരുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഈ സാൻഡ്വിച്ച് ടോസ്റ്ററിൻ്റെ വർക്കിംഗ് മെക്കാനിസം കൂടെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ഓംലെറ്റ് സാൻഡ്വിച്ച് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഓംലെറ്റ് സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ബോയിൽഡ് എഗ് സാൻഡ്വിച്ചോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി, അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവാളയാണ്. സവാള, ഉപ്പ്, പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓംലെറ്റാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിലോട്ട് ഞാൻ കാടമുട്ട ഉപയോഗിച്ചിട്ടുള്ള ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഞാൻ 10 കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം സാധാ മുട്ടയാണെങ്കിൽ നമുക്ക് ഡബിൾ ഓംലെറ്റ്, അതായത് 2 മുട്ട യൂസ് ചെയ്തിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അത് വെച്ചിട്ട് വേണം നമ്മുടെ സാൻഡ്വിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാലോ നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ച് ആട്ടോ ഈ ഓംലെറ്റ് സാൻഡ്വിച്ച്. ഞാനതിൽ ഉപ്പും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഓംലെറ്റ് മിക്സ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓംലെറ്റിന് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ടൊരു ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. ഇനി ഉള്ളിയൊന്നും വേണമെന്നില്ല, ഈ സവാളയുടെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ നമുക്ക് പ്ലെയിൻ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ബ്രെഡ് എടുക്കുകയാണ്. സാൻഡ്വിച്ചിന് മസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണല്ലോ. അപ്പോൾ ബ്രെഡിനെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്യണം. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി ബട്ടർ. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലായിട്ട് ബട്ടർ അപ്ലൈ ചെയ്യാം.
ഇതുപോലെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള നമ്മുടെ ടോസ്റ്ററാണ്. പിന്നെ ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ വന്നാൽ നല്ലതായിരിക്കുമല്ലോ. ഇത്ര മതി, വളരെ കുറച്ച് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് വെക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു ടീസ്പൂണൊക്കെ എണ്ണ കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഞാനിത് 2 ഓംലെറ്റ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇതിന്ന് പകുതി പോർഷൻ നമുക്ക് പാനിലോട്ട് ഒഴിച്ചിട്ട് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു 4 സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. 2 ഓംലെറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് 4 സാൻഡ്വിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി നമ്മുടെ ഈ സാൻഡ്വിച്ച് ടോസ്റ്റർ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. ഇതിൻ്റെ മെക്കാനിസംസ് ഒന്ന് നോക്കാം. ഈ ടോസ്റ്റർ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം ആദ്യം. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത് ഇവിടെ ഒരു റെഡ് ലൈറ്റ് കത്തും. ഇപ്പോൾ പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ബട്ടണും കൂടെ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടോസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ബട്ടർ അപ്ലൈ ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രെഡ് വെക്കുകയാണ്. സൈഡ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റ് വെക്കുകയാണേ. നമുക്ക് അടുത്ത ബ്രെഡ് കൊണ്ട് നമുക്കിത് കവർ ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ഓംലെറ്റ് വെക്കാം. നമുക്ക് അടുത്ത ബ്രെഡ് കൊണ്ട് കവർ ചെയ്യാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഇനി ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഞാൻ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്ര ടൈമൊക്കെ എടുക്കുന്നത് നോക്കല്ലേ. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ മെയിൻ പവർ സപ്ലൈ ഓഫ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈസി ആയിട്ട് എന്നാലും ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടോസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഇനി ഞാനിവിടെ ബട്ടർ അപ്ലൈ ചെയ്തിട്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, ഡയറക്റ്റ് തന്നെ വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വീണ്ടും ഒരു ഓംലെറ്റ് കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓംലെറ്റ് നമുക്കിതിൻ്റെ മുകളിൽ വയ്ക്കാം. നല്ല ചൂടുണ്ട് ഓംലെറ്റ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് അടുത്ത സ്ലൈസ് ബ്രെഡ് വയ്ക്കാം. ഇനി ഈ ബ്രെഡിൻ്റെ മുകളിൽ ഞാൻ അടുത്ത ഓംലെറ്റ് വെച്ചിരിക്കുകയാണ്. ഈ ബട്ടർ അപ്ലൈ ചെയ്തിട്ടുള്ള അടുത്ത സ്ലൈസ് ബ്രെഡ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കിത് അടച്ച് ക്ലോസ് ചെയ്ത് വയ്ക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹീറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും കേട്ടോ. നമ്മുടെ ടോസ്റ്ററിൻ്റെ അകത്ത് ചൂടുണ്ടോ, പ്രീ ഹീറ്റ് ആയോ, അത് ടോസ്റ്റ് ആവാനുള്ള ടെമ്പറേച്ചർ ഉണ്ടോ, അതിനൊക്കെ അനുസരിച്ച് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്യും. ഇപ്പോഴ് 1 മിനിറ്റിന് ശേഷം നമ്മുടെ ഗ്രീൻ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ടോസ്റ്റർ നമുക്കൊന്ന് തുറന്നു. ഇപ്പോൾ കണ്ടില്ലേ. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഹോം മെയ്ഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഓംലെറ്റ് സാൻഡ്വിച്ചാണ്. വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ സാൻഡ്വിച്ച് ടോസ്റ്റർ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടത്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് വയ്ക്കാതെ നമുക്ക് കിച്ചൺ ക്യാബിൻസിൻ്റെ അകത്തൊക്കെ വെക്കുന്നതായിരിക്കും സേഫ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നല്ല കിടിലൊരു സാൻഡ്വിച്ച് ടോസ്റ്റർ കേട്ടോ. അതായത് നോൺ സ്റ്റിക്കാണ്. അതുകൂടെ തന്നെ കുറച്ച് മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഔട്ട്ലൈനൊക്കെ കേട്ടോ ഈ സാൻഡ്വിച്ച് ടോസ്റ്ററിനുള്ളത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.